അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ആരംഭപ്പൂവായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടനുഗ്രഹീതമായ മറ്റൊരു റബീഉൽ അവ്വൽ കൂടി നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അല്ലാഹു തിരുദൂതരുടെ പാത കൃത്യമായി പിന്തുടർന്ന് സ്വർഗം പ്രാപിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ്റെ പ്രകൃതി എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംവിധാനിച്ചിരിക്കുന്നത് അവൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനും സമൂഹത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡായി അവൻ്റെ സ്വഭാവം രൂപീകരിക്കുന്നതൊക്കെ രീതിയിലാണ് മനുഷ്യൻ്റെ മനസ്സുള്ളത്, മനുഷ്യൻ്റെ പ്രകൃതമുള്ളത്. എത്രയൊക്കെ മനുഷ്യൻ ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ്, ഞാൻ എന്നാലാകുന്ന രീതിയിൽ കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറയുകയെങ്കിൽ പോലും നിരവധി കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഈ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ സ്വന്തം നിർണയങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ പോലും അവരൊക്കെ അവരുടെ ജീവിത വഴികളിൽ നിരവധിയായ ആളുകളെ, അല്ലെങ്കിൽ ചില പുസ്തകങ്ങളാകാം, അല്ലെങ്കിൽ ചില ദർശനങ്ങളാകാം, അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകളാകാം, ഇതൊക്കെ സ്വാധീനിച്ചു കൊണ്ടാണ് അവരവരുടെ ആശയങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്കൊരിക്കലും നിരാകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഇൻഫ്ലുവൻസഡ് ആകുമ്പോൾ നമ്മൾ ആരെയാണോ മാതൃകയാക്കുന്നത് അയാളുടെ സ്വഭാവ ഗുണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നമ്മൾ മനുഷ്യരെ എടുത്തു നോക്കിയാൽ, സാധാരണ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കിയാൽ നമുക്കൊക്കെ നിരവധി പോരായ്മകളുണ്ട്, അനവധി പോരായ്മകൾ, കുറവുകൾ, കുറ്റങ്ങളൊക്കെ നമുക്കുണ്ട്. അതിനാൽ തന്നെ അന്ധമായി ഒരാളെ മാതൃകയാക്കാനും റോൾ മോഡലാക്കാനും ഒന്നും നമുക്ക് സാധ്യമാകില്ല എന്നുള്ളതാണ്. കാരണം പല നേതാക്കളും ഉണ്ടാകും, നമ്മൾ വലിയ ദാർശനികതയുള്ള ആളാണ്, പല അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളുകളാണെന്ന് നമ്മൾ ധരിച്ചു വെക്കുമെങ്കിലും അയാളിലുണ്ടാകുന്ന ചില സ്വഭാവ വൈകൃതങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിയറിയൂ എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ ഈ രീതിയിൽ അവരോട് അടുത്ത് ഇടപഴകുമ്പോൾ മാത്രമാണ് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ മനുഷ്യരെ ഒരു റോൾ മോഡലാക്കി എടുക്കുന്നതിൽ, സാധാരണ മനുഷ്യരെ റോൾ മോഡലാക്കി എടുക്കുന്നതിൽ വളരെയധികം പരിമിതകളും പോരായ്മകളുമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചത്, അമ്പിയാക്കളെ മുർസലീങ്ങളൊക്കെ ഈ ലോകത്തേക്ക് അയച്ചത്. അവരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് ജീവിതമാകുന്ന രീതിയിൽ, ജീവിക്കാൻ മാതൃകയാക്കാവുന്ന രീതിയിൽ കണ്ടുപഠിക്കാനും ജീവിത ദർശനങ്ങളെ ജീവിതത്തിൽ പകർത്താനുള്ള ഉത്തമ പുരുഷന്മാരായിരുന്നു അമ്പിയ മുർസലുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹോന്നതനായിരുന്നു അഷ്റഫുൽ മുർസലീൻ. മുർസലീങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ളവരായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ പിൻപറ്റുക വഴി നമുക്ക് ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരില്ല. ആ റസൂലിൻ്റെ ദർശനങ്ങൾ പിന്തുടരുക വഴി നമുക്കൊരിടത്തും മുഖം കുനിക്കേണ്ടി വരില്ല. കാരണം ലോകത്ത് ഇത്രത്തോളം 1500 വർഷങ്ങൾ കഴിയുന്നതിനിപ്പുറവും ഒരു തിരുത്തലുകൾക്കും വിധേയമാകാതെ എന്നും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഉതകുന്ന രീതിയിൽ വലിയ പരിവർത്തനങ്ങൾ ലോകത്തുണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്ന, അതിൻ്റെ തന്മയത്വത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു ധാര, വിശ്വാസധാര എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. മറ്റുള്ള ദർശനങ്ങളും മറ്റുള്ള ഇസങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ ഒരുപാട് കൂട്ടിക്കലർത്തലുകളും ഒരുപാട് പോരായ്മകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് യഥാർത്ഥമായതുകൊണ്ടും സത്യമായതുകൊണ്ടും മാത്രമല്ല മാറുന്ന കാലത്തിനനുസരിച്ച് ഇതിൻ്റെ പ്രസക്തി ഏറുന്നത് ഇത് യഥാർത്ഥ വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ മനുഷ്യൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ്റെ പേഴ്സണാലിറ്റി വളരുന്നത്, അവൻ്റെ സ്വഭാവം രൂപീകൃതമാകുന്നത്, അവൻ്റെ ചിന്തകൾ രൂപീകരിക്കപ്പെടുന്നത്. ആ ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന വ്യക്തി തീർച്ചയായിട്ടും ഒരു നല്ല സ്വഭാവത്തിനുടമയായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ല എങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിലും നമ്മുടെ ഇടപെടലുകളിലൊക്കെ അതിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും കടന്നു വരും എന്നത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെയാണ് ഹബീബായ റസൂലുള്ളാഹിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നമ്മളിലേക്ക് അയക്കുക വഴി വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം
വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്ന് ഹബീബായ റസൂലിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകരെ അവരിൽ നിന്ന് തന്നെ ഒരാളെ അയക്കുക വഴി വലിയ നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. യത്ലു അലൈഹിം ആയാത്തിഹി, എന്താണ് ആ മുർസലായ ഹബീബായ റസൂൽ ചെയ്യുന്നത്? അവർക്ക് മേൽ അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ, ഇതാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം. നോക്കൂ, നിങ്ങൾ ആ പർവ്വതങ്ങളെ നോക്കൂ, നിങ്ങൾ ഈ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കൂ, മറ്റെല്ലാ ചരാചരങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ നിങ്ങളെ തന്നെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആനിലൂടെ ഓരോ ആയത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് നിരവധി മേഖലകളിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചിന്തിക്കാനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ആയാത്തുകളെ അവർക്ക് ഓതിക്കൊടുക്കാനും വേണ്ടി അവരിൽ നിന്നു തന്നെ ഒരാളായി പ്രവാചകരായ ഹബീബായ റസൂലിനെ അയക്കുക വഴി അള്ളാഹു വലിയ അനുഗ്രഹമാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. വയുസക്കീഹിം, മാത്രമല്ല ആ റസൂലിൻ്റെ പ്രവർത്തനമാണ് അവരെ തസ്കിയത്ത് ചെയ്തെടുക്കും, അവരെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളത്. മനുഷ്യ മനസ്സെന്ന് പറയുന്നത് നമ്മളൊരു സൂചനാത്മകമായി അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായി പറയുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന വലിയ വിലമതിക്കാനാകുന്ന സ്വർണ്ണങ്ങളെപ്പോലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോഹങ്ങളെപ്പോലെയൊക്കെയാണ്. നിരവധി അഴുക്കുകളും നിരവധി വേണ്ടാത്ത കാര്യങ്ങളും കൂടിച്ചേർന്ന ഒരു സാധനമായിരിക്കും. അതിനെ നമ്മൾ ചൂടാക്കി, അതിനെ നമ്മൾ സംസ്കരിച്ച്, അതിനെ നമ്മൾ തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലിട്ട് അതിനെ നമ്മൾ സംസ്കരിച്ചെടുക്കുമ്പോൾ വളരെ കൃത്യമായ നല്ല വിലമതിക്കാനാവാത്ത പൊന്നു നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറയുന്നത് ഒരുപാട് മലീമസമായ കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ സംസ്കരിച്ചെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആനുകൾ വഴി ഹബീബായ റസൂലിൻ്റെ അധ്യാപനങ്ങൾ നമ്മൾ പകർത്തുക വഴി ആ ജീവിതത്തെ നമുക്ക് സംസ്കരിക്കാൻ കഴിയും. അങ്ങനെ സംസ്കരിച്ചുകൊണ്ട് ഹൃദയവിശുദ്ധി നമുക്ക് വരുത്തിയെടുക്കാൻ കഴിയും. ആ ഹൃദയവിശുദ്ധി നമ്മൾ വരുത്തിയെടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറാനിയത്താകുന്ന ഈമാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. ആ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഹബീബായ റസൂലുള്ള ആദ്യം സ്വഹാബികൾക്കിടയിൽ ചെയ്തത്. നമുക്ക് കാണാൻ കഴിയുമല്ലോ, ആദ്യമായിട്ട് നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഒന്നും ആയിരുന്നില്ല ഹബീബായ റസൂൽ തൻ്റെ അനുചരരോട്, മക്ക നിവാസികളോട്, തൻ്റെ പ്രബോധിത പ്രദേശങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം റസൂൽ പറഞ്ഞിരുന്നത്. മറിച്ച് എന്തായിരുന്നു? അവരെ സംസ്കരിച്ചെടുക്കുക, അവരുടെ സ്വഭാവങ്ങളെ സംസ്കരിച്ചെടുക്കുക, അവരെ നല്ലൊരു ഉത്തമ മനുഷ്യരാക്കി എടുക്കുക, നല്ലൊരു മാനവികത വളർത്തിയെടുക്കുന്നതിലായിരുന്നു ഹബീബായ റസൂലിൻ്റെ പ്രാമുഖ്യത്തിലുള്ള ആദ്യത്തിലുള്ള അവിടുത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ നിലക്ക് റസൂലുള്ള വളരെ അധമനായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ, ഇരുണ്ട യുഗം എന്ന് അറിയപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാട്ടാളരെ പോലെ യാതൊരു മാനുഷിക മൂല്യങ്ങളും വകവെക്കാതെ ജീവിച്ചിരുന്ന, അത്രയും അസംസ്കൃതമായി കടന്നിരുന്ന ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് അതിന് സാധ്യമായത് ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് സംസ്കാരത്തെ കൊണ്ടുവന്നത് കൊണ്ടാണ്. അങ്ങനെ സംസ്കരിച്ചെടുത്ത ഹൃദയത്തിലേക്കാണ് ഈമാനികമായ പ്രകാശം പ്രവേശിക്കുകയുള്ളൂ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഹബീബായ റസൂലിൻ്റെ മദ്ഹുകൾ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ മൗലിദ് എന്ന് പറയുന്നത്. ഹബീബായ റസൂലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ മൗലിദ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി കാര്യങ്ങൾ നമുക്ക് പറയുന്നത്, റസൂലിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത്, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനോട് വഴിപ്പെടണം, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോടും നിങ്ങൾ വഴിപ്പെടണം. എവിടെയൊക്കെ അള്ളാഹുവിനെ നിങ്ങൾ വഴിപ്പെടണമെന്ന് പറയുമോ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് നിങ്ങൾ വിധേയരാകണമെന്ന് പറയുന്നുവോ, ആ സ്ഥലങ്ങളിലെല്ലാം ഹബീബായ റസൂലിനോടും നിങ്ങൾ വഴിപ്പെടണം. അല്ലേ? അത്തിഉൽ മയ്യുത്തിഉർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരെങ്കിലും റസൂലിനോട് വഴിപ്പെട്ടാൽ അവൻ വഴിപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനെയാകുന്നു. വ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വഹ്ദറു, കഴിഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ റസൂല. ഇങ്ങനെ നിരവധി ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തിരുദൂതരിലൂടെ മാത്രമേ നമ്മളെ പടച്ച് നമ്മെ പരിപാലിക്കുന്ന, നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന സൃഷ്ടാവായ റബ്ബിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഏതു വലിയ ശാസ്ത്രജ്ഞനായാലും ഏതു വലിയ സ്വതന്ത്ര ചിന്തകനായാലും അവൻ്റെ ചിന്തയുടെ അറ്റം ചെന്ന് മുട്ടി നിൽക്കുന്നത് ഈ ലോകത്തിന് പിറകിൽ പടച്ച, ഇതൊക്കെ ഇങ്ങനെ ഒരു അല്ലലും മലട്ടലുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഏതോ ഒരു ശക്തി ഉണ്ട് എന്നാണ് അവർ പറയുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പലർക്കും അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, പലർക്കും ഹൃദയത്തിൻ്റെ മുൻധാരണകളെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ ദീനിനെ പഠിക്കാനുള്ള വൈമുഖ്യമാണ് അതിനൊക്കെ കാരണം. എല്ലാ മുൻധാരണകളെയും മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ ദീനിനെ നമ്മൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇത് യഥാർത്ഥമാണെന്നും ഹക്കാണെന്നും ഹബീബായ റസൂലിൻ്റെ ആ വലിയൊരു ശ്രേഷ്ഠത എന്താണെന്നുമൊക്കെ മനസ്സിലാക്കാൻ, ആ റസൂല് ഒരു സമൂഹത്തിൽ എന്നു മാത്രമല്ല
ഇതുവരെയുമുള്ള ഇനി വരാനിരിക്കുന്ന സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് സവിസ്തരമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനാൽ പരിശുദ്ധമായിരിക്കുന്ന ഈ റബീഉൽ അവ്വലിൽ റസൂലിൻ്റെ അധ്യാപനങ്ങളെ മുഅ്മിനീങ്ങളായ നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. റബീഉൽ അവ്വൽ അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്നു, ഒരു അവസരമായി നമ്മൾ കണക്കാക്കുന്നു എന്ന് മാത്രമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിൻ്റെ അധ്യാപനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം അവനില്ല. റസൂലിൻ്റെ ജീവിതം അവിടുന്ന് പകർന്നു തന്ന അധ്യായങ്ങൾ അത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സദാസമയവും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. അത് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ജീവിതം ഒരു മനുഷ്യനെ സംബന്ധിച്ച്, മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എങ്കിലും പരിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പരമാവധി മുതലാക്കുക എന്നതാണ് ബുദ്ധിയുള്ള ആളുകളുടെ അവരുടെ ചെയ്തി, അവരുടെ ഉദാഹരണം എന്ന് പറയും. ആ നിലക്ക് പരിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ പരമാവധി മദ്ഹുകൾ പറയാനും മൗലിദുകൾ വീടുകളിൽ പാരായണം ചെയ്യാനും ഹബീബായ റസൂലിൻ്റെ അധ്യാപനങ്ങളെ ചേർത്ത് പിടിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. പരിശുദ്ധനാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.